വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവിൽ അങ്കലാപ്പിലാണ് മുന്നണികൾ. ഭൂരിപക്ഷത്തിലെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ എന്ന ആശങ്ക UDF ക്യാമ്പിനുണ്ട്. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പോലും ചോർന്നുവെന്ന സംശയത്തിലാണ് LDF. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കുറയുമോ എന്ന ആശങ്ക BJPക്കും ഉണ്ട്. മൊത്തം വോട്ടുകളിൽ 5 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 8% വോട്ടുകൾ ഇക്കുറി പോൾ ചെയ്യപ്പെട്ടില്ല. 5-6 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്കുണ്ടാകുമെന്നായിരുന്നു പ്രചാരണത്തിലുടനീളം UDF ആവർത്തിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി 2019 നേടിയ വോട്ടുകളുടെ ഭൂരിപക്ഷം പോലും പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ഉണ്ടാകില്ലെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഇതേക്കുറിച്ചുള്ള ആത്മപരിശോധനയും UDF തുടങ്ങി. ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിംഗ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാൻ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെന്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു. എന്തായാലും അത് മനസ്സിലാക്കും. പക്ഷെ ഞങ്ങളെ ഒരു വിലയിരുത്തൽ, ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല. ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും പോൾ ചെയ്യാത്തതാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതിനാലാണ് പോളിംഗ് കുറയാൻ കാരണമെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. CPIMന്റെയും CPIയുടെയും ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഉറച്ച വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെന്ന ആക്ഷേപം മുന്നണിക്കകത്തുണ്ട്. ഒരു മനസ്സോടെയാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് CPI ജില്ലാ സെക്രട്ടറി EJ ബാബു. അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിനോട് ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നുവെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഈ പോളിംഗ് ശതമാനത്തിൽ കുറഞ്ഞത്. മൊത്തം വോട്ടർമാരിൽ 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ ഏതാണ്ട് ഒരു ഉത്തരേന്ത്യൻ കാലാവസ്ഥയിലേക്ക് വയനാട് പോകുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഇടതു വോട്ടുകളിലാണ് ചോർച്ചയുണ്ടായതെന്ന് BJP വിലയിരുത്തുമ്പോഴും കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ നേടിയ 1,41,000-നടുത്തെത്താൻ ഇക്കുറി സാധിക്കുമെന്ന പ്രതീക്ഷ പാർട്ടിക്കില്ല. 24 വയനാട്.